നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ നാളുകളിൽ ഒത്തിരിയേറെ പ്രവാസികളാണ് ജോലി നഷ്ടമായി നാട്ടിലേക്ക് എത്തിയത്. ഇപ്പോഴിതാ ഗൾഫ് രാഷ്ട്രങ്ങൾ സജീവമാകുകയാണ്. തൊഴിലവസരങ്ങൾ അനവധിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു മുന്നറിയിപ്പും നൽകുകയാണ് UAE. കോവിഡ് സാഹചര്യത്തിൽ ഗൾഫിൽ തൊഴിലവസരങ്ങൾ തേടുന്നവർ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ വലയിൽ വീഴരുതെന്ന് മുന്നറിയിപ്പ്. തട്ടിപ്പിലകപ്പെട്ട ഒട്ടേറെ പേർക്ക് വിദേശ രാജ്യങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണ്. ജോലി നഷ്ടമായി മടങ്ങിയവരടക്കം ജാഗ്രത പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ ഭട്ടാചാര്യ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സ്ഥാനപതി കാര്യാലയങ്ങൾക്കും നൽകിയിരിക്കുകയാണ്. വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ കർശന നടപടിയും ഉണ്ടാകുന്നതാണ്. തൊഴിൽ തേടുന്നവർ നോർക്ക ഉൾപ്പെടെയുള്ള ഔദ്യോഗിക ഏജൻസികളുടെ സഹായമാണ് തേടേണ്ടത്. ഗൾഫ് രാജ്യങ്ങൾ പഴയ നിലയിലേക്ക് മടങ്ങി വരുന്നതിനാൽ വ്യാജ ഏജൻസികൾ വീണ്ടും സജീവമാകാൻ സാധ്യത ഏറെയാണ്. അതോടൊപ്പം തന്നെ മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്താണ് ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ അടക്കം തട്ടിപ്പുകാർ വലയിൽ വീഴ്ത്തുന്നത്. പലരും സാമൂഹിക സംഘടനകളുടെയും സ്ഥാനപതി കാര്യാലയങ്ങളുടെയും സഹായത്തോടെയാണ് നാട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത്. യഥാർത്ഥ കമ്പനിയുടെ ലെറ്റർ പാഡ് വരെ തയ്യാറാക്കിയാണ് തട്ടിപ്പുകാരുടെ ഇടപാടുകൾ നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. കൂടുതൽ ശമ്പളവും ആനുകൂല്യവും വാഗ്ദാനം ചെയ്യുന്നവരെ കരുതിയിരിക്കുക. നിയമന രേഖയുടെ ആധികാരികത ഉറപ്പാക്കണം. കമ്പനിയുടെ വിശദാംശങ്ങൾ ഗൾഫിലെ സുഹൃത്തുക്കളോടോ സാമൂഹിക സംഘടനകളോടോ അന്വേഷിക്കാം. വെബ്സൈറ്റിലും പരിശോധിക്കാം. പാസ്പോർട്ടും സർട്ടിഫിക്കറ്റുകളും കൈമാറാതിരിക്കുക. രജിസ്ട്രേഷന്റെയും മറ്റും പേരിൽ പണം ആവശ്യപ്പെടുന്നവരെയും സൂക്ഷിക്കുക. തട്ടിപ്പ് ബോധ്യമായാൽ തന്നെ മറച്ചുവെക്കാതെ പോലീസിൽ അറിയിക്കുക. UAE ഓഫർ ലെറ്ററിന്റെ നിജസ്ഥിതി അറിയാൻ സ്ഥാനപതി കാര്യാലയത്തിന്റെ സഹായം തേടാം. help.abudabi@mea.gov.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സഹായം തേടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ www.mad.gov.in എന്ന വെബ്സൈറ്റിലൂടെ പരാതികൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലും ഉൾപ്പെടുത്താൻ സാധിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.